ഓം ശാന്തി. ഇനി നമ്മൾ സ്വാധിഷ്ഠാന ചക്രത്തിനെ കുറിച്ച് കാണാനായിട്ട് തുടങ്ങുകയാണ്. സ്വാധിഷ്ഠാന ചക്രം നമ്മുടെ രണ്ടാമത്തെ ചക്രമാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അനുഗ്രഹീതമായി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടൊരു ചക്രമാണ് സ്വാധിഷ്ഠാന ചക്രം. എന്നുവെച്ചാൽ അർത്ഥം ക്രിയേറ്റീവായി സർഗാത്മകമായിരിക്കുന്ന വാസനകളും ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് ഒരു പുതിയ കാഴ്ചപ്പാടോടുകൂടി ജീവിതത്തെ കാണാനും അതിലെ പ്രോബ്ലംസിനെല്ലാം തന്നെ സൊല്യൂഷൻ കണ്ടെത്താനുള്ള നമ്മുടെ കലയെക്കുറിച്ച് പറയുന്നതാണ് ക്രിയേറ്റിവിറ്റി അഥവാ ക്രിയാത്മകത എന്ന് പറയുന്നത്. ആ ക്രിയേറ്റിവിറ്റി 100% ആക്റ്റീവ് ആവുന്നത് നമ്മുടെ സ്വാധിഷ്ഠാന ചക്രം ആക്റ്റീവ് ആകുമ്പോഴാണ്. അതേസമയം അത് വീക്കായി പോകുമ്പോൾ മീൻസ് നമ്മുടെ ബോഡി കോൺഷ്യസ് കൂടുകയാണെങ്കിൽ ഞാൻ സ്ത്രീയാണ് ഞാൻ പുരുഷനാണ് എന്നതായിരിക്കുന്ന ബോധം നമ്മളിൽ കൂടുന്തോറും ഇൻറ്റേർണൽ പേഴ്സണാലിറ്റി വീക്കായിക്കൊണ്ടിരിക്കും. എന്നുവെച്ചാൽ അർത്ഥം നമ്മുടെ തോട്ട്സിലെ ഇംപ്യൂരിറ്റി കൂടാൻ തുടങ്ങും. ഇംപ്യൂരിറ്റി കൂടുന്നതിനനുസരിച്ച് നമുക്ക് നമ്മുടെ സ്വാധിഷ്ഠാന ചക്രത്തിൻ്റെ ബാലൻസിങ് നമുക്ക് മിസ്സായി പോകും. ആ ബാലൻസിങ് വളരെ വീക്കാണെന്നുണ്ടെങ്കിൽ അവർ പല രീതിയിലുള്ളതായിട്ടുള്ള അഡിക്ഷൻസിന് അടിമയാവാൻ സാധ്യതയുണ്ട്. ഒന്നുകിൽ മദ്യപാനം, അല്ലെങ്കിൽ ഇന്നത്തെ ലോകത്ത് ഒരുപാട് രീതിയിലുള്ളതായിരിക്കുന്ന പല നെഗറ്റീവായിരിക്കുന്ന വീഡിയോസ്, സോഷ്യൽ മീഡിയയിലൂടെ എന്തൊക്കെയോ വീഡിയോകൾ എങ്ങനെയൊക്കെയോ യാത്ര, കൺട്രോൾ ഇല്ലാത്ത യാത്ര എന്ന് വെച്ചാൽ നമ്മൾ തുടങ്ങുന്നു, ഒരു ചിത്രം കാണുന്നു, അതിലേക്ക് പോകുന്നു, വേണ്ടാത്ത വഴിക്ക് പോയി എവിടേക്കൊക്കെയോ എത്തുക എന്ന് പറയാൻ പറ്റാത്ത രീതിയിലൊക്കെ ഉള്ളതായിരിക്കുന്ന മീഡിയ അഡിക്ഷൻ, സീരിയൽ, ഇങ്ങനെയുള്ളതായിരിക്കുന്ന നമ്മുടെ ഇമോഷണലി വീക്ക് ആയിക്കൊണ്ട് നമ്മുടെ ദുഃഖവും അശാന്തിയും ടെൻഷനും ഒക്കെ വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ളതായിട്ടുള്ള പ്രോഗ്രാംസ് ഒന്ന് കണ്ടു, അടുത്തത് കണ്ടു, ഇങ്ങനെ ഒന്നിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം മനസ്സിലാക്കിക്കോളൂ, നമ്മുടെ സ്വാധിഷ്ഠാന ചക്രം വീക്കാണ് എന്നർത്ഥം. അതിനെ ആക്റ്റീവ് ആക്കാൻ വേണ്ടി, അത് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്ന സാധനമാണ്. നമുക്ക് എല്ലാ സർഗാത്മകമായിരിക്കുന്ന വാസനകളും, അത് പാട്ട് പാടുകയാവട്ടെ, ഡാൻസ് കളിക്കുകയാവട്ടെ, അല്ലെങ്കിൽ കവിത എഴുതുകയാവട്ടെ, പാടുകയാവട്ടെ, കഥ എഴുതുകയാവട്ടെ, ഇങ്ങനെയുള്ളതായിരിക്കുന്ന കലകൾ, ചിത്രം വരാം, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലുള്ളതായിരിക്കുന്ന ആക്ടിവിറ്റീസ്, നമ്മുടെ കർമ്മങ്ങൾ, ഡ്രാമ, ആക്ഷൻ, ആക്ടർ, ഇതൊക്കെ തന്നെ നമ്മൾ റിലേറ്റഡ് ആയിരിക്കുന്നത് നമ്മുടെ സ്വാധിഷ്ഠാന ചക്രവുമായിട്ടാണ്. അതിൽ എത്ര കൂടുതൽ പ്യൂരിറ്റി അഥവാ നിങ്ങളുടെ ഇൻറ്റേർണൽ പേഴ്സണാലിറ്റിയിൽ നമ്മൾ ഈ ബോഡി കോൺഷ്യസ് എന്ന ഒരു ബോണ്ടിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ആത്മബോധം അഥവാ ഞാൻ എന്ന ഇൻറ്റേർണൽ പേഴ്സണാലിറ്റിയുടെ ഡെവലപ്മെൻറ്റിൽ പൂർണ്ണമായി ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്വാധിഷ്ഠാന ചക്രം ജീവിതത്തിന് പൂർണ്ണമായിട്ടുള്ള ശക്തി തരും. ഒരു 50% ആളുകൾക്കും 50% ആണ്. അതായത് ബോഡി കോൺഷ്യസ് ചിലപ്പോൾ, സോൾ കോൺഷ്യസ് ചിലപ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ആക്ടിവിറ്റിയെക്കുറിച്ചുള്ളതായിട്ടുള്ള ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമാണ് മനുഷ്യൻ ഞാൻ സ്ത്രീ പുരുഷനൊക്കെ മറക്കുന്നുണ്ട് എങ്കിൽ യു ആർ ബ്ലെസ്ഡ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ട് അതിന് കിട്ടും. അല്ല നേരെ തിരിച്ചാണെങ്കിൽ അത് രോഗമായിട്ട് ഒന്നുകിൽ മദ്യപാനം അങ്ങനെയുള്ള സാധനങ്ങൾക്ക് നിങ്ങൾ അടിമയാവും, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും അഡിക്ഷൻസിലാവും. ചിലർക്ക് ഇത്തരത്തിൽ സെക്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ആരെ കാണുമ്പോഴും അവരോട് നെഗറ്റീവായിട്ടുള്ള വിചാരങ്ങൾ വരിക, ഇങ്ങനെയുള്ളതായിരിക്കുന്ന വളരെ ലോവസ്റ്റ് ലെവലിലുള്ള തോട്ട് പാറ്റേണിലേക്ക് അവരങ്ങ് വീണു പോവും ഇതിൻ്റെ ബാലൻസിങ് ഇല്ലെങ്കിൽ. അതുകൊണ്ട് ഇതിൻ്റെ ബാലൻസിങ് വളരെ അത്യാവശ്യമാണ്. ഇതിനെ നന്നായി സഹായിക്കാൻ വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള തോട്ട്, ഞാൻ വിശേഷപ്പെട്ടതായിരിക്കുന്ന ഒരു ആത്മാവാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അർത്ഥം നമ്മൾ നോക്കിയ ഈ ലോകത്തെ എല്ലാ മനുഷ്യന്മാർക്കും ഈശ്വരൻ ഓരോ സ്പെഷ്യാലിറ്റി വരദാനായിട്ട് തന്നിട്ടുണ്ടാവും. ചിലർ നന്നായി സംസാരിക്കും, ചിലർ നന്നായി പാടും, ചിലർ ആക്ട് ചെയ്യും, ചിലർ കളിക്കും. എന്തെങ്കിലുമൊക്കെ നമുക്ക് സർഗാത്മകമായിട്ടുള്ളൊരു വാസന എല്ലാവർക്കും ഉണ്ടാവും. ഒന്നുകിൽ പാട്ട് കേൾക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കളികളായിട്ടോ. നിങ്ങൾക്കുള്ളത് എന്താണ്? ചിലർക്ക് സ്പോർട്സിലായിരിക്കാം, അതിലാണെങ്കിലും ഓക്കെ. നമുക്ക് എന്ത് സ്പെഷ്യാലിറ്റി ഭഗവാൻ തന്നിട്ടുണ്ടോ, വരദാനം തന്നിട്ടുണ്ടോ, ആ വരദാനം 1% ഇല്ലാത്ത ആരും ഉണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് പാട്ട് പാടാനായില്ലെങ്കിൽ പാട്ടിനോട് ഇഷ്ടമെങ്കിലും ഉണ്ടായിരിക്കും. അപ്പം അതുകൊണ്ട് ആ ഒരു ഗുണത്തിന്, സ്പെഷ്യാലിറ്റീനെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി അതിനു വേണ്ടി എല്ലാവരും മാറ്റിവെക്കേണ്ടത് ആവശ്യമാണ്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞത് ഒരു പേഴ്സണൽ കെയറിങ് ആണ്. ഇപ്പം എനിക്ക് നന്നായിട്ട് പാട്ട് പാടാനൊന്നും പറ്റില്ലായിരിക്കും, എന്നാലും നമുക്കാവുന്ന രീതിയിൽ പാട്ട് അത്ര ഇഷ്ടമാണെങ്കിൽ ഒരു 2-3 പാട്ടുകൾ ഒരു ദിവസം, ആരും കേൾക്കാൻ പറ്റില്ലെങ്കിൽ ബാത്റൂമിലായാലും കുഴപ്പമില്ല, ഉറക്കെ പാടാലോ, ആരും കേൾക്കില്ലല്ലോ, എന്നാലെങ്കിലും നമ്മൾ പാടി ആസ്വദിക്കണം. കാരണം അത് നമ്മുടെ സ്വാധിഷ്ഠാന ചക്രത്തിന് ബാലൻസ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യും. പിന്നെ അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമങ്ങളോ സങ്കടങ്ങളോ ഒക്കെ വരികയാണെങ്കിൽ, സ്ട്രെസ്സ് ഉണ്ടാവുന്ന സമയത്ത് സ്വാഭാവികമാണ് നെഗറ്റീവ് തോട്ട്സ് ആക്റ്റീവ് ആവും. അത് വരാതിരിക്കാൻ വേണ്ടിക്കൊണ്ട്
അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് സ്ട്രെസ്സ് വരികയാണെങ്കിൽ ഒന്നുകിൽ എഴുതിയിട്ട്, അതല്ലെങ്കിൽ പാടിയിട്ട്, അതല്ലാന്നുണ്ടെങ്കിൽ ഡാൻസ് കളിച്ചിട്ട് റൂമിൻ്റെ ഉള്ളിൽ വാതിലടച്ചിടുക, ആരും കാണാത്ത ഉറപ്പാവുന്ന രീതിയിൽ നല്ല അടിപൊളി പാട്ടിടുക, കൂടെ തകർത്ത് ഡാൻസ് കളിക്കുക. 5 മിനിറ്റ് കഴിയുമ്പോൾ മനസ്സ് റിലാക്സ്ഡ് ആവും, നിങ്ങളുടെ തോട്ട്സ് പോസിറ്റീവ് ആവും. മീൻസ് നമ്മുടെ സ്വാധിഷ്ഠാന ചക്രം ബാലൻസ്ഡ് ആയി എന്നർത്ഥം. അതുകൊണ്ട് 2 കാര്യങ്ങളാണ് ആവശ്യം. ഒന്ന്, ഞാൻ ആത്മാനിർതായിരിക്കുന്ന പ്രാക്ടീസ് എന്ന് വെച്ചാൽ അർത്ഥം ഞാൻ ഇന്ന സ്പെഷ്യാലിറ്റി ഉള്ള ആളാണ്, ഞാൻ ഇൻറ്റേർണൽ പേഴ്സണാലിറ്റിയിലാണല്ലോ ആ സ്പെഷ്യാലിറ്റി, അതിന് കൂടുതൽ ഈസിയാണ് നമുക്ക് ഓർക്കാൻ ഞാൻ ആത്മാനിർതായിട്ടുള്ള വാക്ക്. അതുകൊണ്ട് തന്നെ ഇത് പറയുന്ന ഒരിക്കലും തെറ്റല്ല, ഇറ്റ്സ് റിയാലിറ്റിയാണ്. അതുകൊണ്ട് ഞാൻ ഒരു വിശേഷ ആത്മാവാണ്, ഞാൻ മഹാൻ ആത്മാവാണ്, ഇങ്ങനെയുള്ളതായിട്ടുള്ള തോട്ട്സ്. അഥവാ നിങ്ങൾക്കൊരു സ്പെഷ്യാലിറ്റി ഉണ്ടെങ്കിൽ ഞാൻ ഇന്ന സ്പെഷ്യാലിറ്റി വരദാനായി കിട്ടിയ ആളാണ് എന്തായിരിക്കുന്ന അഫർമേഷൻ നിങ്ങളെ വളരെയധികം സപ്പോർട്ട് ചെയ്യും ഇതിന്. പിന്നെ ഈ പറഞ്ഞത് ഏതെങ്കിലും ഒന്നുകിൽ വരയ്ക്കണം, അല്ലെങ്കിൽ എഴുതണം, അല്ലെങ്കിൽ ഡാൻസ് കളിക്കണം, പാട്ട് പാടണം, നിങ്ങൾക്ക് ഒരു സ്പെഷ്യാലിറ്റി ഇല്ലയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു വിഷമം വേണ്ട. ഡാൻസ് കളിക്കാൻ അറിയാത്തവരാരും ഉണ്ടാവില്ല, സ്റ്റെപ്പ് ഒന്നും അറിയണ്ട. ഒരു അടിപൊളി പാട്ടിടുക, റൂമിൻ്റെ ഉള്ളിൽ വാതിൽ അടച്ചിടുക, 5 മിനിറ്റ് സമയം തുള്ളിക്കളിക്കുക. അത് കഴിയുന്നതോടുകൂടി മനസ്സ് കാമാവും, നമ്മുടെ ആ ചക്രത്തിന് ബാലൻസ് ആവാനായിട്ടുള്ള ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി. അതുകൊണ്ട് മാത്രം എല്ലാ സമയത്തും ആവോ ഇല്ല, നമ്മൾ ലാസ്റ്റ് ഇതിൻ്റെ മെഡിറ്റേഷൻ സെഷനിൽ അതിനെ ആക്റ്റീവ് ആവാനുള്ളതായിട്ടുള്ള വിധി കൂടെ പഠിക്കും. അതുകൊണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം. പിന്നെ അടുത്തതാണ് നമ്മുടെ മണിപൂരകം എന്ന് പറയും, നാഭി ചക്രം അഥവാ മണിപൂരകം. ഇത് ശരിക്കും സൺ ചക്ര എന്നാണ് അറിയപ്പെടുന്നത് തന്നെ. നമ്മുടെ ജീവിതത്തിൽ പേര്, പ്രസിദ്ധി, സ്ഥാനം, മാനം, ധനം ഇതൊക്കെ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയുള്ളതായിരിക്കുന്ന സോളാർ ചക്ര എന്നുകൂടി ഇതിന് പറയാറുണ്ട്. ഒത്തിരി ഊർജം നമ്മുടെ ഉള്ളിലേക്ക് തരുന്ന സാധനമാണ്. പക്ഷേ ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഇംബാലൻസ്ഡ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര തന്നെ കഠിനാധ്വാനം ചെയ്താലും നിങ്ങൾക്ക് അതിന് വേണ്ടതായിട്ടുള്ള റിസൾട്ട് കിട്ടാതിരിക്കുക. എല്ലാ ബിസിനസ്സും എല്ലാ കാര്യം ചെയ്യുന്നുണ്ട്, പക്ഷേ എന്നിട്ടും എനിക്ക് വേണ്ടത്ര രീതിയിലുള്ളതായിട്ടുള്ള സാമ്പത്തികമായ സപ്പോർട്ട് കിട്ടുന്നില്ല. അതല്ലാന്നുണ്ടെങ്കിൽ നല്ല എന്തെങ്കിലുമൊക്കെ നമ്മുടെ പെർഫോമൻസിന് വേണ്ടി നിങ്ങൾ മാക്സിമം എഫേർട്ട് എടുക്കുന്നു, എന്നിട്ടും അത് നിങ്ങൾക്ക് റിസൾട്ട് തരാത്ത രീതിയിലായി പോകുന്നു. നിങ്ങളുടെ ബന്ധങ്ങളിലൊക്കെ തന്നെ അതിൻ്റെ പ്രഭാവം ഉണ്ടാക്കുന്നു. പിന്നെ പേരും പ്രസിദ്ധിക്ക് പകരം നേരെ ഓപ്പോസിറ്റ് എന്താ ഉണ്ടാവുക? നിങ്ങൾ എന്ത് ചെയ്തു വന്നാലും അവസാനം ആരെങ്കിലും നിങ്ങളെ കുറ്റം പറയുന്ന, വിമർശിക്കുന്ന, അഥവാ എന്തെങ്കിലും കുപ്രസിദ്ധി ഉണ്ടാവുന്ന അവസ്ഥയിലേക്കൊക്കെ വീണു പോകാൻ സാധ്യതയാണ് ഈ മണിപൂരക ചക്രം ആക്റ്റീവ് അല്ല എങ്കിൽ. അതുകൊണ്ട് ഈ സൺ ചക്ര അഥവാ മണിപൂരക ചക്രം ആക്റ്റീവ് ആവാൻ വേണ്ടി നേരത്തെ പറഞ്ഞ് കപാലഭാതി, പ്രാണായാമം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അത് മാത്രമല്ല, ഈ ചക്രത്തെ കുറച്ചുകൂടെ സഹായിക്കുന്ന വേറെ 2 പ്രാണായാമങ്ങളും കൂടിയുണ്ട്. അനുലോമ വിലോമം എന്ന് പറയും. ഇത് യോഗാസനങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് എളുപ്പമാണ് ചെയ്യാൻ. അല്ലാത്തവർക്ക് വേണ്ടി ഞാൻ കാണിച്ചു തരികയാണ്. ചെയ്യേണ്ടത് നമ്മൾ ഇരുന്നിട്ട് വേണം ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് നടുവേദനയൊക്കെ ഉണ്ടെങ്കിൽ കസേരയിൽ ഇരുന്നിട്ടും ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് കേട്ടോ. എന്നാലും ഏറ്റവും നല്ലത് ഏർലി മോർണിംഗ് കാലി വയറായ സമയമാണ് ദ ബെസ്റ്റ് ആയിരിക്കുന്ന സമയം. നിങ്ങൾ നട്ടെല്ല് നിവർന്ന പൊസിഷനിൽ വേണം ഇരിക്കാൻ. ഇരുന്നിട്ട് വലത്തേ കൈയിൻ്റെ ഈ 2 വിരലുകൾ നമ്മൾ അടച്ചു വെച്ചേക്കുക. പിന്നെ ഈ വിരലും മോതിര വിരലും പിന്നെ തള്ളവിരലുമാണ് ഉപയോഗിക്കേണ്ടത്. ആദ്യം തള്ളവിരൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഇടത്തെ നാസാദ്വാരത്തിനെ അമർത്തിക്കൊണ്ട് വലത്തെ നാസാദ്വാരത്തിലൂടെ പതുക്കെ വായുവിനകത്തേക്ക് എടുക്കുക. എണ്ണ നിങ്ങൾക്ക് എത്ര സമയം കൊണ്ട് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ളിലേക്ക് എടുക്കാൻ കഴിയും അത്ര സമയം കൊണ്ട് വേണം ചെയ്യാൻ കേട്ടോ. ഞാൻ കാണിച്ചു തരികയാണ്. ഇങ്ങനെ പതുക്കെ വെച്ച് എൻ്റെ ഉള്ളിൽ ഞാൻ എണ്ണുന്നുണ്ട്, 1 2 3 എന്ന് ശ്വസിച്ചുകൊണ്ട് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ ആ സമയം ഒന്ന് കൂടെ എണ്ണിക്കൊണ്ട് നോക്കണം. ഇത്രയും സമയം കൊണ്ട് ഞാൻ 12 സെക്കൻഡ് കൊണ്ടാണ് എൻ്റെ ഉള്ളിലേക്ക് വേണ്ടതായിട്ടുള്ള മുഴുവൻ വായുവിനെ എടുത്തത്. ചെയ്യുന്നുള്ളവർക്ക് എളുപ്പമായിരിക്കും. ഇത് ചിലപ്പോൾ 4-5 സെക്കൻഡൊക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് കഴിഞ്ഞു എന്നൊക്കെ തോന്നും തുടക്കത്തിൽ. അപ്പോൾ അതൊക്കെ സ്ലോലി വലിച്ചെടുക്കുക. എന്നിട്ട് ഉള്ളിൽ എത്ര മിനിറ്റ് കൊണ്ട് എത്ര സെക്കൻഡ് കൊണ്ടാണോ നിങ്ങൾ ഉള്ളിലേക്ക് വലിച്ചത് അത് കൗണ്ട് ചെയ്യാൻ എങ്ങനെയാണ് നോക്കുക? നമ്മുടെ ഉള്ളിൽ തന്നെ എണ്ണിയാൽ മതി. 1 2 3 4 5 6 ഇങ്ങനെ എണ്ണ. എത്ര കൗണ്ട് കൊണ്ടാണോ നമ്മൾ അകത്തേക്ക് എടുത്തത് അതിൻ്റെ പകുതി കൗണ്ട് സമയം നമ്മുടെ ഉള്ളിൽ പിടിച്ച് നിർത്തുക. മീൻസ് 12 കൗണ്ട് കൊണ്ട് ഞാൻ എൻ്റെ ഉള്ളിലേക്ക് മുഴുവൻ നിറച്ചുവെങ്കിൽ 6 കൗണ്ട് സമയം, നമ്മുടെ 6 വരെ എണ്ണുന്ന സമയം നമ്മുടെ ഉള്ളിൽ അതിനെ പിടിച്ച് നിർത്തുക. അത് കഴിഞ്ഞ ശേഷം അകത്തേക്ക് എടുത്ത അതേ സ്പീഡിൽ പതുക്കെ പുറത്തേക്ക് അങ്ങ് വിട്ടുകൊടുക്കുകയും ചെയ്യാം. സ്ലോലി വിടണം, ശക്തിയായിട്ട് വിടണ്ട. ചെവിയുടെ ഇവിടെയൊക്കെ നമുക്ക് വളരെ ശക്തമായിട്ട് വിടുമ്പോൾ അതിന് ദോഷം ഉണ്ടായിരിക്കും. പ്രഷറുള്ളവർക്ക് പ്രശ്നമായി മാറും ശക്തമായിട്ട് വിടുമ്പോൾ. അതുകൊണ്ട് സ്ലോലി എങ്ങനെ അകത്തേക്ക് എടുത്തു അതുപോലെ പുറത്തേക്കും. ഞാൻ അത് ഫുള്ളായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു പ്രാവശ്യം എൻ്റെ കൂടെ നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. ഈ 2 വിരലുകളാണ് ഇങ്ങനെയാണ് പിടിക്കേണ്ടത്. ആദ്യം മോതിര വിരൽ കൊണ്ട് ഇടത്തെ നാസാദ്വാരത്തിന് അടച്ചു വെച്ചു. ഞാൻ ശ്വാസം എടുക്കാൻ തുടങ്ങുകയാണ്. കൂടെ ചെയ്ത് നോക്കണം.
ഇതേപോലെ 12 സെക്കൻഡ് കൊണ്ട് അകത്തേക്ക് എടുത്തു, 12 കൗണ്ടിൽ പുറത്തേക്ക് വിട്ടു, 6 കൗണ്ട് ഞാൻ അകത്ത് നിർത്തി. ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വയറ് ശ്വാസം എടുക്കുന്ന സമയത്ത് വയറ് മാക്സിമം വീർത്ത് വരണം. എത്ര വീർക്കുന്നു അത്രയും വെച്ചാൽ നമ്മുടെ നെഞ്ചിലും വയറിലും ഒക്കെ നിറയണം വായു എന്നർത്ഥം. അപ്പോഴാണ് നമ്മുടെ മൂലധാരത്തിൻ്റെ അറ്റം തൊട്ടുള്ള എല്ലാ ശരീരത്തിലെ ഭാഗങ്ങൾക്കും സപ്പോർട്ട് ചെയ്യും. അത് കഴിഞ്ഞ ശേഷം പുറത്തേക്ക് വിടുന്ന സമയത്ത് മാക്സിമം വയറുള്ളിലേക്ക് പോയിട്ടുണ്ടാവണം. എല്ലാ വായുവും നമ്മൾ പുറത്തേക്ക് വിട്ടിട്ടുണ്ടായിരിക്കണം. ഈ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇങ്ങനെയാണ് നമ്മൾ അനുലോമ വിലോമം ചെയ്യേണ്ടത്. ഈ കാര്യങ്ങൾ പിന്നെ ഇതൊന്നും നിങ്ങൾക്ക് പറ്റുന്നില്ല തുടക്കത്തിലെങ്കിൽ ദീർഘമായിട്ട് ശ്വാസം വലിച്ചു വിടുക, ഇങ്ങനെ വിടുക. ഈവൻ നമ്മൾ കിതയ്ക്കുന്ന പോലെ ചെയ്ത് നോക്കുക. പിന്നെ പതുക്കെ 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 ആ ഉള്ളിലേക്ക് എടുത്തിട്ട് എത്ര സെക്കൻഡ് ഉള്ളിൽ പിടിക്കാൻ പറ്റുന്ന അത്ര സെക്കൻഡ്. അപ്പോഴും നോക്കുക, നമ്മൾ കൗണ്ട് ചെയ്ത് സ്ലോലി ഉള്ളിലേക്ക് എടുക്കുകയാണെങ്കിൽ ഉള്ളിലേക്ക് എടുത്തതിൻ്റെ പകുതി സമയം മാത്രമേ ഉള്ളിൽ പിടിച്ച് നിർത്താവൂ. പുറത്തേക്ക് വിടുമ്പോൾ അതേ കൗണ്ടിൽ പുറത്തേക്ക് വിടാൻ വേണം. ഈ രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മണിപൂരക ചക്രം ആക്റ്റീവ് ആവാൻ വേണ്ടി ഇത് വളരെയധികം സഹായിക്കുന്ന ഘടകമാണ്. അതുകൊണ്ട് മണിപൂരക ചക്രം ആക്റ്റീവ് ആവുക എന്ന് വെച്ചാൽ അർത്ഥം അതിൻ്റെ പ്രൂഫ് നമ്മുടെ ലൈഫിൽ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിലൊക്കെ തന്നെത്താൻ സക്സസ് നമുക്ക് വരാൻ തുടങ്ങും. നമ്മുടെ മനസ്സ് നല്ല എനർജറ്റിക് ആയിട്ട് മാറും. ഊർജ്ജം നമ്മളിലേക്ക് അട്രാക്ട് ചെയ്ത് വരുന്ന പോലെ തോന്നും. ധനം നമ്മളിലേക്ക് അട്രാക്ട് ചെയ്ത് വരുന്ന പോലെ തോന്നും. നിങ്ങൾ എവിടെ പോകുമ്പോഴും എല്ലാവരാലും റെസ്പെക്റ്റ് ചെയ്യുന്നതായിട്ടുള്ള ഫീലിംഗ് നിങ്ങൾക്ക് കിട്ടും. ലൈഫിലെ വലിയൊരു സുഖകരമായിരിക്കുന്ന പാർട്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ സഹായിക്കുന്ന സാധനമാണ് നമ്മുടെ മണിപൂരക ചക്രം. പിന്നെ അടുത്തത് നമ്മുടെ ഹൃദയചക്രം അഥവാ അനാഹത ചക്രം എന്ന് പറയും. ഈ ചക്രം നമ്മുടെ ബന്ധങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ സ്നേഹത്തെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി എപ്പോഴും ഹൃദയത്തിൻ്റെ സിമ്പൽ കാണിക്കാറുണ്ട്. അതായത് പച്ച നിറത്തിൽ തന്നെയാണ്. മറ്റ് ചക്രങ്ങൾ ഞാൻ കളർ പറഞ്ഞില്ല എന്ന് ഓർക്കുന്നു. മൂലധാര ചക്രം റെഡ് കളറാണ്. പിന്നെ സ്വാധിഷ്ഠാന ചക്രം ഓറഞ്ച് കളറാണ്. നമ്മുടെ മണിപൂരക ചക്രം യെല്ലോ കളറിലാണ് നമുക്ക് കാണാൻ സാധിക്കുക. നമ്മുടെ ഡൈജഷൻ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മുടെ മണിപൂരക ചക്രം. അതും കൂടി ഒരു പോയിന്റ് ഉണ്ട്. കാരണം നമ്മുടെ മണിപൂരക ചക്രം ആക്റ്റീവ് ആണെങ്കിൽ നിങ്ങളുടെ വയറ് നിങ്ങൾക്ക് സുഖം തരും, അല്ലെങ്കിൽ മലബന്ധം, ഗ്യാസ്ട്രിക് പല കാര്യങ്ങളും ഉണ്ടാവുകയും ചെയ്യും. അടുത്തത് ഹൃദയചക്രം അഥവാ അനാഹത ചക്രം. അതിന് പച്ച നിറത്തിലുള്ളതായിട്ടുള്ള ലൈറ്റാണ് അതിനുണ്ടായിരിക്കുക. ആ അനാഹത ചക്രം അഥവാ ഹൃദയചക്രം എത്ര ആക്റ്റീവ് ആണോ, ബാലൻസ്ഡ് ആണോ, അത്രയും നിങ്ങളുടെ റിലേഷൻഷിപ്പ് നന്നായിരിക്കും. നിങ്ങൾക്ക് എല്ലാവരും സ്നേഹിക്കാൻ പറ്റും. സ്നേഹിക്കുമ്പോൾ 2 വിധത്തിൽ നമ്മൾ കാണാറ് പലപ്പോഴും. പല ആളുകളും സ്നേഹം എന്ന് പറയുമ്പോൾ അവർക്കൊരു കൺട്രോൾ ഇല്ലാണ്ട് എല്ലാവരും അങ്ങ് സ്നേഹിക്കും, വിശ്വസിക്കും, എന്നിട്ട് അവർക്ക് വേണ്ടി എല്ലാം സമർപ്പിക്കും. കുറച്ച് കഴിഞ്ഞ ശേഷം അവർ ചതിക്കുമ്പോൾ അയ്യോ ഞാൻ ഇനി ആരെ വിശ്വസിക്കേണ്ട, വിശ്വാസം എനിക്ക് വെക്കാനേ പറ്റുന്നില്ല, ലോകത്തെല്ലാം മനുഷ്യന്മാരും ചതിയന്മാരാണ്, ഇങ്ങനെയൊക്കെയുള്ളതായിട്ടുള്ള ഓരോ മിഥ്യാധാരണകളിൽ വന്നു കുടുങ്ങുകയും ചെയ്യും. എന്തുകൊണ്ടാണെന്നറിയോ? നമ്മുടെ ഹൃദയചക്രം ആക്റ്റീവ് അല്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഹൃദയചക്രം ആക്റ്റീവ് ആക്കാൻ വേണ്ടി ഞാൻ നല്ല ഏറ്റവും പോസിറ്റീവ് തോട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത് ഞാൻ മാസ്റ്റർ സ്നേഹസാഗരനാണ് എന്ന് വിചാരിക്കുക. എന്നുവെച്ചാൽ കൊടുക്കാനുള്ളതാണ് ജീവിതം എന്ന ഒരു ബോധ്യം നമ്മളുള്ളിലുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ ചക്രത്തെ ആക്റ്റീവ് ആക്കാം. കാരണം എപ്പോഴൊക്കെയാണോ നിങ്ങൾക്ക് സ്നേഹം പ്രതീക്ഷിച്ച് കിട്ടാതിരിക്കുന്ന അപ്പോഴൊക്കെ നമ്മുടെ അനാഹത ചക്രത്തിൽ മുറിവുകൾ ഏറ്റുകൊണ്ടിരിക്കും, അഥവാ ചക്രം ക്രാഷ് ആയിക്കൊണ്ടിരിക്കും. അപ്പം അതുകൊണ്ട് ആരെന്നും പ്രതീക്ഷിക്കാതെ സ്നേഹം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ അവിടെ തൊട്ട് നിങ്ങളുടെ അനാഹത ചക്രം ആക്റ്റീവ് ആയിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വളരെ നല്ല കാര്യമാണ് നമുക്ക് എപ്പോഴും ഈ നേരത്തെ നമ്മൾ ചെയ്ത് പഠിച്ചതായിരിക്കുന്ന കപാലഭാതി, അനുലോമ വിലോമം, പിന്നെ ഒന്ന് ദീർഘമായി ശ്വസിക്കുന്നത്, ഇതൊക്കെ നിങ്ങളെ നന്നായിട്ട് സഹായിക്കും അനാഹത ചക്രത്തെ ആക്റ്റീവ് ആക്കാൻ. അതിനേക്കാൾ അപ്പുറം വായുതത്വവുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട് നമ്മുടെ അനാഹത ചക്രത്തിന്. അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു സ്നേഹത്തിൻ്റെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ സ്നേഹം കുറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ വിശ്വസിച്ചു അവരെന്നെ ചതിച്ചു എന്നൊക്കെ തോന്നുന്ന സമയത്ത് ഏറ്റവും നല്ലത് നമ്മളൊരു ഗാർഡനിലൊക്കെ പോയി നടക്കുമ്പോൾ നമ്മുടെ ഭയങ്കര സുഖം നമുക്ക് തോന്നും. മീൻസ് നേച്ചറുമായിട്ടുള്ള റിലേഷൻ നിങ്ങളെ ഒരുപാട് സഹായിക്കും. അതുകൊണ്ട് മോർണിംഗ് അവേഴ്സിൽ ചെരുപ്പിടാതെ രാവിലെ ഒരു 20 മിനിറ്റ് സമയം നല്ല വായു സഞ്ചാരമുള്ളതും പച്ചപ്പുള്ളതുമായിരിക്കുന്ന ഒരു സ്ഥലത്ത് നടക്കാൻ പോയാൽ എല്ലാ ചക്രത്തിനും ഇത് സപ്പോർട്ട് കിട്ടുന്ന സാധനമാണ്. സപ്പോസ് നിങ്ങളുടെ അനാഹത ചക്രത്തിൽ ഡിസ്റ്റർബൻസ് തോന്നുന്നുണ്ട് എങ്കിൽ നിർബന്ധമായിട്ടും ചെടികളുടെയും പൂക്കളുടെയും ഇടയിൽ സമയം ചെലവഴിക്കുക, അല്ലെങ്കിൽ ഗാർഡനിങ്ങിന് വേണ്ടി സമയം ചെലവഴിക്കുക. ചെടി നടാൻ വേണ്ടി, ചെടികളുടെ ചട്ടി എന്നുള്ളതായിട്ടുള്ള വേസ്റ്റൊക്കെ കളയാൻ വേണ്ടി, അല്ലെങ്കിൽ മരത്തിൽ എന്തെങ്കിലും വളം കൊടുക്കാൻ. ഇങ്ങനെ പ്രകൃതിയിൽ പോയിട്ട് ഭൂമിയും ആ ഹൃദയചക്രവും രണ്ടും പരസ്പരം റിലേറ്റഡ് ആണ്. കാരണം ഭൂമിയിലല്ലേ എല്ലാ ചെടിയും ഉണ്ടാവുക. അപ്പോൾ ഒരു ചെടി നടാൻ പോകുമ്പോൾ നമ്മൾ ഭൂമി തത്വമായിട്ടും ബന്ധം വന്നു, ഒപ്പത്തിനൊപ്പം തന്നെ ഈ ഹൃദയചക്രവുമായിട്ടും ബന്ധം വന്നു. അപ്പം നല്ല ഫ്രഷ് എയറിൽ നടക്കാൻ പോവുക, എസ്പെഷ്യലി ഗ്രീനറി ഉള്ളതായിരിക്കുന്ന സ്ഥലത്ത്. ഇത് നമ്മുടെ ഹൃദയചക്രത്തിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് സഹായിക്കുന്ന ഘടകമാണ്. പിന്നെ അടുത്തതാണ് നമ്മുടെ വിശുദ്ധ ചക്രം. പിന്നെ ബന്ധങ്ങളിലെ തകർച്ച എങ്ങനെയൊക്കെയാണ് ഹീൽ ചെയ്യുക എന്നൊക്കെ നമ്മൾ വരുന്ന പ്രോഗ്രാംസിൽ ഡീറ്റെയിൽ ആയിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ അതിലേക്ക് അധികം പോവാത്തത് കേട്ടോ.
പിന്നെ അടുത്തത് നമ്മുടെ വിശുദ്ധ ചക്രം എന്ന് പറയും. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഒരാളോട് സംസാരിക്കുന്നത്, ഇതിന് നമ്മൾ കണ്ഠചക്രം എന്നും പറയാറുണ്ട്. നമ്മുടെ തലയും കഴുത്തും തലയും കൂടി ചേരുന്നതായിട്ടുള്ള സ്ഥാനം ഉണ്ടല്ലോ, അതിനെയാണ് വിശുദ്ധ ചക്രം എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ കണ്ടില്ലേ, ആ സ്ഥാനം ശരിക്കും എല്ലാം ലൈറ്റ് ബ്ലൂ കളറാണ് വിശുദ്ധ ചക്രത്തിൻ്റെ കളറ്. അതായത് നമ്മുടെ ലങ്സുമായിട്ടും നമ്മുടെ ശബ്ദവുമായിട്ടും ഒരുപാട് ബന്ധമുള്ള സാധനമാണ് വിശുദ്ധ ചക്രം. അപ്പം അതുകൊണ്ട് ആ വിശുദ്ധ ചക്രം നിങ്ങൾക്ക് ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ ആരോടെങ്കിലും ഒരു കാര്യം പറയുന്ന സമയത്ത് കൃത്യമായിട്ട് ആശയത്തെ മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കിച്ചു കൊടുക്കാനുള്ള നിങ്ങളുടെ ശക്തി വളരെ തീക്ഷ്ണമായിരിക്കും. അഥവാ നിങ്ങളുടെ വിശുദ്ധ ചക്രം ആക്റ്റീവ് അല്ലാത്ത സമയമാണെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ പോലും അവർക്ക് കാര്യം മനസ്സിലാവില്ല. ഞാൻ പറയുന്നുണ്ട്, ഇവർക്ക് എന്താ മനസ്സിലാവാത്തത് എന്ന് നിങ്ങൾക്ക് പലപ്പോഴും തോന്നിപ്പോവാറില്ലേ? മീൻസ് മനസ്സിലാക്കുക, ആ സമയത്ത് നമ്മുടെ വിശുദ്ധ ചക്രം ഇംബാലൻസ്ഡ് ആണ്. വിശുദ്ധ ചക്രം ശാന്തി എന്നുള്ള ഗുണമായിട്ട് ഒരുപാട് റിലേറ്റഡ് ആണ്. നമ്മൾക്ക് എപ്പോഴാണോ മനസ്സിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്നത് അപ്പോഴാണ് നമ്മുടെ ഉള്ളിൽ നിന്നുള്ളതായിട്ടുള്ള എനർജി കലർന്നു പോവുക, നമ്മുടെ ഉള്ളിൽ തന്നെ സംഘർഷം നടക്കാൻ തുടങ്ങും. സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിൽ നടക്കുന്ന സംഘർഷം കൊണ്ട് നമ്മൾ ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ വാക്ക് ക്ലിയർ ആയിരിക്കും, വൈബ്രേഷൻ ക്ലിയർ ആയിരിക്കില്ല. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പറയുന്ന കാര്യം മറ്റുള്ളവർക്ക് മനസ്സിലാവാതെ വരുന്നത്. അതുകൊണ്ട് അങ്ങനെയെങ്കിലും സംഭവിക്കുന്നുണ്ട് എങ്കിൽ ഉടനെ മനസ്സിലാക്കുക, എൻ്റെ വിശുദ്ധ ചക്രം ഇപ്പോൾ ഇംബാലൻസ്ഡ് ആണ്. അതുകൊണ്ട് കുറച്ച് സമയം സൈലൻസിലിരിക്കുക, എന്നിട്ട് തോട്ട് ക്രിയേറ്റ് ചെയ്യുക, ഞാൻ മാസ്റ്റർ ശാന്തി സാഗരനാണ്, അല്ലെങ്കിൽ ഐ എം എ പീസ്ഫുൾ സോൾ, ഞാൻ ശാന്ത സ്വരൂപമാണ്. അത് വിഷ്വലൈസ് ചെയ്യുക. ഒരു ലൈറ്റ് ബ്ലൂ റേസ് നിങ്ങളുടെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒഴുകുന്നതായിട്ട് ഫീൽ ചെയ്യുക. നമ്മുടെ വിശുദ്ധ ചക്രം ഇങ്ങനെ ആ ലൈറ്റ് ബ്ലൂ റേസിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത് ഫീൽ ചെയ്യുക. ഇങ്ങനെ ഒരു 5 മിനിറ്റ് സമയം അതിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയാലുണ്ടല്ലോ, പിന്നെ നിങ്ങളുടെ മനസ്സ് കാമായിരിക്കും, കൂളായിരിക്കും. നമ്മൾ പറയുന്ന കാര്യം അതേപോലെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അത് എപ്പോഴും നമ്മുടെ ആശയവിനിമയം നമ്മുടെ ബന്ധങ്ങളുടെ കാര്യത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആരുടെയാണോ വിശുദ്ധ ചക്രം ആക്റ്റീവ് ആയിരിക്കുന്നത് സ്വാഭാവികമായിക്കൊണ്ട് അവരുടെ അനാഹത ചക്രത്തിന് സപ്പോർട്ട് കിട്ടിയിരിക്കും. ഈ 2 ചക്രങ്ങളും വളരെ റിലേറ്റഡ് ആണ്. ഇനി അടുത്തത് നമ്മൾ ഏറ്റവും ഹൈറ്റ്സിലുള്ളതായിരിക്കുന്ന സ്ഥാനം, അതാണ് ആജ്ഞാചക്രം. ഈ ചക്രം ആക്റ്റീവ് ആവുന്നതോടുകൂടി നമ്മുടെ 3rd ഐ കൂടി ആക്റ്റീവ് ആവുകയാണ്. ഈ ചക്രം ആക്റ്റീവ് ആവുക എന്ന് വെച്ചാൽ അർത്ഥം ഇതിൽ നിന്നാണ് മറ്റെല്ലാ ചക്രങ്ങളിലേക്കുള്ള എനർജി പ്രവഹിക്കുന്നത്. അതുകൊണ്ട് ഈ ചക്രം ആക്റ്റീവ് ആവുന്ന അടുത്ത നിമിഷം നിങ്ങളുടെ എല്ലാ ചക്രങ്ങളും ആക്റ്റീവ് ആവും, എനർജി നിറയാൻ തുടങ്ങും. ഇത് ഡിസ്റ്റർബ്ഡ് ആവുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ കർമ്മം കൊണ്ട് നമ്മുടെ മുതിർന്നവരോട് നമ്മൾ ആദരവില്ലാതെ പെരുമാറുമ്പോൾ, മാതാപിതാക്കളോട്, ഗുരുനാഥന്മാരോട്, അല്ലെങ്കിൽ അത്തരത്തിൽ നമ്മൾ ആദരിക്കേണ്ടവരോട് അനാദരവ് കാണിക്കുമ്പോൾ അത് നേരെ ഓപ്പോസിറ്റായിട്ട് ആശീർവാദത്തിന് പകരം അത് നെഗറ്റീവ് എനർജി ആയിട്ട് നിങ്ങളിലേക്ക് അറ്റാക്ക് ചെയ്യും. ഇതാണ് നമ്പർ 1 ആയിക്കൊണ്ട് ഈ ചക്രത്തെ ഇനാക്റ്റീവ് ആക്കുന്ന സാധനം. രണ്ടാമത്, നമുക്ക് ശരീരത്തിനോട് അമിതമായിരിക്കുന്ന ആസക്തി തോന്നുക. എന്നുവെച്ചാൽ അർത്ഥം ഞാൻ ഭയങ്കര സുന്ദരനാണ്. ഇന്ന് ലോകം അങ്ങനെയാണല്ലോ, ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ കുറേ കുട്ടികളൊക്കെ ഇതിൽ പെട്ടുപോവുക എന്നെനിക്ക് തോന്നാറുണ്ട്. കാരണം ഇപ്പോഴത്തെ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് കാണാനുള്ളതായിരിക്കുന്ന ലുക്ക്, അല്ലെങ്കിൽ അവരുടെ നിറം, സ്കിന്നിൻ്റെ കളറ്, അവരുടെ ശരീരത്തിൻ്റെ ആകൃതി, ഇതിനൊക്കെയാണ് ടു മച്ച് ഇമ്പോർട്ടൻസ്. ഇമ്പോർട്ടൻസ് ഇല്ലേന്ന് ചോദിച്ചാൽ എല്ലാത്തിനും തീർച്ചയായിട്ടും ഇമ്പോർട്ടൻസ് ഉണ്ട്. നിറത്തിനുണ്ടാവും, ആരോഗ്യത്തിൻ്റെ ഘടകമാണല്ലേ സ്കിന്നും കൂടി. അപ്പം അതുകൊണ്ട് ഇതെല്ലാമാണ്. പക്ഷെ ആ കളറാണോ സർവസ്വം ചോദിച്ചാൽ ഒരിക്കലും അല്ല. കളറ് കൊണ്ട് ഒരാളുടെ സൗന്ദര്യം അളക്കപ്പെടുന്നില്ല. അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഷേപ്പ് കൊണ്ട്, ആകൃതി കൊണ്ട് കാണാൻ അതീവ സുന്ദരൻ അഥവാ സുന്ദരി, കയ്യിലിരിപ്പ് നേരെ ഓപ്പോസിറ്റ് ആണെങ്കിലോ വെറുക്കുകയുള്ളൂ, എല്ലാവരും സ്നേഹിക്കാനാവില്ല. അതുകൊണ്ട് ടൂ മച്ച് ബോഡി കോൺഷ്യസിൽ വരാതെ ഹെൽത്തിന് വേണ്ടി ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നിർബന്ധമായിട്ടും ചെയ്യണം. എക്സസൈസ് ചെയ്യണം, നല്ല ഫുഡ് കഴിക്കണം, ഫാറ്റ് ഒഴിവാക്കാൻ കഴിയുമെങ്കിൽ ഒഴിവാക്കണം, എല്ലാ കാര്യവും നിങ്ങൾ ചെയ്യൂ. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇതാണ് ഞാൻ എന്ന കോൺഷ്യസിലേക്ക് ഒരിക്കലും വരരുത്. ഇതിനെ കൺട്രോൾ ചെയ്യുന്നതായിരിക്കുന്നത് ഇൻറ്റേർണൽ പവറാണ്. ഞാൻ ആത്മാ എന്നുള്ളതായിരിക്കുന്ന ബോധം എത്ര ഡെവലപ്പ് ചെയ്യുന്നു അത്രയും ഇവിടുത്തെ എനർജി ഹൈലി പോസിറ്റീവായിട്ട് പ്യുവറായിട്ട് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. അത് പ്യുവറായിട്ട് ബോഡിയിൽ വൈബ്രേറ്റ് ചെയ്യുന്നതോടുകൂടി മറ്റെല്ലാ ചക്രവും ആക്റ്റീവ് ആവുകയും ചെയ്യും. അതുകൊണ്ട് 3ാമത്തെ കണ്ണ് തുറക്കുക എന്നുള്ളത് ശരിക്കും നിങ്ങളുടെ ഈ ചക്രം ആക്റ്റീവ് ആകുമ്പോഴാണ് സംഭവിക്കുന്നത്. നിങ്ങൾ പതുക്കെ നിങ്ങളുടെ ഈ പെരുവിരലിൻ്റെ ഈ ഒരു അറ്റുണ്ടല്ലോ, നമ്മൾ ചൂണ്ടുവിരൽ എന്നൊക്കെ പറയുന്നത്, ഇതിനെ ഈ സ്ഥാനത്ത് പതുക്കൊന്ന് അങ്ങനെ വെച്ച് നോക്കിയേ. ഇതിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് അവിടെ സെൻസേഷൻ ഫീൽ ചെയ്യാൻ തുടങ്ങും. അത് വളരെ ആക്റ്റീവാണ്, കാരണം ഹോൾ ബോഡി കൺട്രോളിങ് അവിടെ നിന്നാണ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ചക്രത്തെ ആക്റ്റീവ് ആക്കാൻ ഏറ്റവും നല്ലത് സേവാഭാവന. മറ്റുള്ളവർക്ക് നമുക്ക് ആദരവോട് ആരോട് പെരുമാറണോ അവർക്ക് ആദരവ് കൊടുത്തത് കൊണ്ട് നമുക്കൊരു നഷ്ടവും സംഭവിക്കില്ല. ഇനി ചെറിയവർക്ക് പോലും ആദരവ് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ബ്ലെസ്സിങ്ങേ കിട്ടുള്ളൂ, അല്ലാതെ ഒരിക്കലും ശാപം കിട്ടില്ല. അതുകൊണ്ട് ബാലൻസ്ഡ് ആയിട്ടുള്ള പെരുമാറ്റം നമുക്ക് വളരെ അത്യാവശ്യമാണ്. അഥവാ നിങ്ങളുടെ കയ്യിൽ നിന്ന് മാതാപിതാക്കൾക്കോ ഗുരുജനങ്ങൾക്കോ ഏതെങ്കിലും രീതിയിൽ ദുഃഖം കൊടുക്കുന്ന കർമ്മം നമ്മുടെ കയ്യിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് നമ്മുടെ
മനസ്സ് വാണ്ടർ ചെയ്യാൻ തുടങ്ങും. ഇത് കൺട്രോൾഡ് അല്ലാതെ നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലാവുക? മനസ്സ് അലഞ്ഞു നടക്കുകയായിരിക്കും. ഞാൻ കുറച്ച് സമയം 5 മിനിറ്റ് എൻ്റെ കാര്യം ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ പോലും മനസ്സ് സമ്മതിക്കാതെ അലയാൻ തുടങ്ങും. ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാനാവില്ല, വായിക്കാനാവില്ല, ചെയ്യുന്ന കാര്യം കോൺസെൻട്രേറ്റഡ് ആവില്ല. ഒരു പ്ലാൻ ചെയ്യാനിരിക്കും, ചിന്തിക്കാൻ തുടങ്ങുന്നത് എവിടേക്കെങ്കിലും ഒഴുകിപ്പോവും. ഇങ്ങനെ മനസ്സ് അലഞ്ഞു നടക്കുന്ന ഒരു അവസ്ഥ, അത് വളരെ ഡേഞ്ചറസ് ആണ്. പതുക്കെ പതുക്കെ ടെൻഷൻ, പിന്നെ ഡിപ്രഷൻ, അത് കഴിഞ്ഞ ശേഷം ഡിസ്ട്രസ്, ഇങ്ങനെയുള്ള സ്റ്റേജിലേക്കൊക്കെ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും. അതുകൊണ്ട് ആജ്ഞാചക്രത്തിൻ്റെ ബാലൻസിങ് വളരെ അത്യാവശ്യമാണ്. കർമ്മം പോസിറ്റീവായിട്ടുള്ള ആക്ടിവിറ്റി, കാരണം ഇതിൻ്റെ ഏറ്റവും വലിയ എനർജി എന്ന് പറയുന്നത് അത് ആനന്ദമാണ്. ആനന്ദം നമുക്ക് എപ്പോഴാണ് കിട്ടുക? കർമ്മങ്ങൾ ദ ബെസ്റ്റ് ആകുമ്പോഴാണ് ആനന്ദം കിട്ടുന്നത്. അതുകൊണ്ട് ഇങ്ങനെ വയലറ്റ് കളറിൽ ചക്രങ്ങളെല്ലാം കടന്ന് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാ എനർജിയും കൂടിക്കഴിഞ്ഞു എന്ന് വെച്ചാൽ അർത്ഥം അത് 100% ബ്രൈറ്റ് വൈറ്റ് സ്റ്റാറിനെ പോലെ അത് കിടന്ന് തിളങ്ങാൻ തുടങ്ങും. നമ്മുടെ ഇൻറ്റേർണൽ ബീയിങ് അഥവാ ആത്മ അതിൻ്റെ സമ്പൂർണ്ണ ശക്തിയിലേക്ക് വരും. അവിടെ ഞാൻ മാസ്റ്റർ സർവശക്തിവാൻ ആത്മ എന്ന തോട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ എനർജി 4 ഭാഗത്തേക്കും സ്പ്രെഡ് ആവും. പിന്നെ സഫലത നമ്മുടെ ജന്മസിദ്ധ അധികാരമാവും. തൊട്ട് തൊടുന്നതൊക്കെ പൊന്നായി പോവും. എവിടെ പോയാലും നിങ്ങളെ തോൽപ്പിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. അവരുടെ മുന്നിൽ എത്ര തന്നെ ഹഡിൽ കൊടുത്താലും അതിൻ്റെ അപ്പുറത്ത് ചാടിക്കൊണ്ട് വിജയം എന്താണോ വേണ്ടത് ജീവിത ലക്ഷ്യത്തിലേക്ക് പോവും. ഈ ചക്രം ആക്റ്റീവായവർക്ക് ഭൗതികമായിരിക്കുന്ന വിഷയസുഖങ്ങളെക്കാൾ ഉപരിയായിക്കൊണ്ട് ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് പറന്നുയരാൻ സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കും അവർക്ക് ആരും ഉന്മേഷ ഉത്സാഹം പകർന്നു കൊടുത്തിട്ട് നിങ്ങളത് ചെയ്യെന്ന് പറയേണ്ടി വരില്ല. അവർ ഓട്ടോമാറ്റിക്കലി ആ വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ട്യൂൺഡ് ആയിരിക്കും. പിന്നെ ക്ഷീണം, മടി ഇതൊന്നും അവരെ ബാധിക്കില്ല. മാത്രമല്ല ജീവിതത്തിൽ ഒരു ഗോൾ അവർ നിശ്ചയിക്കുകയും ചെയ്യും. ആ ഗോളിലൂടെ അവർ അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള യാത്ര എന്ത് തടസ്സം ഉണ്ടായാലും അതിനൊക്കെ അതിജീവിച്ച് ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നവരായിരിക്കും. അതിലൊക്കെ ഉപരി അവരുടെ മനസ്സ് കാം ആൻഡ് കൂളാക്കാൻ അവർക്ക് പറ്റും. മെഡിറ്റേഷനോടും അത്തരതായിട്ടുള്ള പോസിറ്റീവ് സ്റ്റഡീസിനോടും ഒരു ആസക്തി അവരുള്ളിൽ ഉണ്ടായിരിക്കും. അത് അവരുടെ ജീവിതത്തിൽ എല്ലാ തടസ്സങ്ങളും ഇല്ലാതാക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇന്ന് നമുക്ക് ഈ ചക്രങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. നിങ്ങൾക്ക് മാക്സിമം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഒന്നും കൂടെ ഞാൻ ചുരുക്കി പറഞ്ഞുതരികയാണ്. മൂലധാര ചക്രം റെഡ് കളർ, സ്വാധിഷ്ഠാന ചക്രം ഓറഞ്ച് കളർ, മണിപൂരക ചക്രം യെല്ലോ കളർ അഥവാ യെല്ലോ ഗോൾഡൻ കളർ, അത് കഴിഞ്ഞ ശേഷം അനാഹത ചക്രം ഗ്രീൻ കളർ, വിശുദ്ധ ചക്രം ലൈറ്റ് ബ്ലൂ കളർ, പിന്നെ ആജ്ഞാചക്രം വയലറ്റ് കളർ. അതെല്ലാം എനർജിയും ആക്റ്റീവായി കഴിഞ്ഞ് കഴിയുമ്പോൾ അനാഹത ചക്രം ശരിക്കും ബ്രൈറ്റ് വൈറ്റ് ലൈറ്റായിട്ട് അങ്ങ് ടേൺ ആവും. അപ്പോൾ അതുകൊണ്ട് ഈ ചക്രങ്ങൾ ആക്റ്റീവായി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ബാലൻസിങ് വരും, നമ്മുടെ ലൈഫിൽ ആക്ടിവിറ്റീസിൽ ബാലൻസ് വരും, നമ്മുടെ മനസ്സിൽ ബാലൻസിങ് നമുക്ക് കിട്ടും. ഇത് വളരെ ഈസിയാണ്. അതുകൊണ്ട് നമുക്കിന്ന് ഫുൾ ചക്രങ്ങളെ ആക്റ്റീവ് ആക്കാനുള്ള മെഡിറ്റേഷൻ ചെയ്യാം. ഒരു 20-25 മിനിറ്റ്സ് വരും. ടൈം എടുത്തിരിക്കണമെന്ന് രാവിലെ ഏർലി മോർണിംഗ് എഴുന്നേറ്റ് നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റിയാൽ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ നെഗറ്റീവ് എനർജീനെയും പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് ജീവിതത്തിൻ്റെ ഒരു പുതിയ തുടക്കമായിരിക്കും നമ്മളിന്ന് ചെയ്യുന്നത്. ഈ 21 ദിവസം കഴിയുമ്പോൾ നമ്മുടെ ജീവിതം മാറി മറിഞ്ഞിട്ടുണ്ടായിരിക്കണം. അതിനുള്ള എല്ലാ ശക്തിയും നമ്മൾ ഉണർത്തിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് നമുക്കിനി മെഡിറ്റേഷൻ സെഷനിലേക്ക് ഇരിക്കാം. ഓം ശാന്തി. ഓം ശാന്തി. ഇന്ന് നമ്മുടെ ട്രെയിനിങ്ങിൻ്റെ അവസാനത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ മെഡിറ്റേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ബ്ലോക്കുകളും ഇല്ലാതാക്കിക്കൊണ്ട് നിങ്ങളുടെ ഡ്രീമിനെ സ്ക്രിപ്റ്റ് ചെയ്ത പോലെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന വണ്ടർഫുള്ളായിരിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മളിന്ന് ചേഞ്ച് ആവുകയാണ്. നിങ്ങളിന്ന് ഇപ്പോൾ ക്ലാസ്സിൽ കേട്ട പോലെ ആദ്യം നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ നമ്മുടെ മെഡിറ്റേഷൻ റൂമിലേക്ക് എൻ്റർ ചെയ്തിരിക്കണം. അവിടെ ഒന്നുകിൽ കസേരയിൽ അല്ലെങ്കിൽ നിങ്ങളിരിക്കുന്ന ഇരിപ്പിടത്തിൽ നട്ടെല്ല് നിവർന്ന് ഒന്നുകിൽ ചമ്രം പടിഞ്ഞോ അല്ലെങ്കിൽ കസേരയിലോ പൂർണ്ണമായ നട്ടെല്ല് നിവർന്ന് നിൽക്കണം. കൈകളെ ധ്യാനമുദ്രയിൽ കാലിൽ വിശ്രമിക്കുന്ന അവസ്ഥയിൽ വെച്ചിട്ടുണ്ടായിരിക്കണം. ശ്രദ്ധ പതുക്കെ പതുക്കെ നമ്മുടെ ഭ്രൂമധ്യത്തിലേക്ക് കൊണ്ടുവരണം. ഒറ്റത്തവണ ആദ്യം ഒരു 3 തവണ നന്നായി ശ്വാസം വലിച്ചു വിടാം. പതുക്കെ ശ്രദ്ധയെ കാലിൻ്റെ പെരുവിരൽ മുതൽ കാൽപാദങ്ങളിലൂടെ കാൽമുട്ട് വരെയുള്ള ഭാഗം, അരവരെയുള്ള ഭാഗം, പുറം, നെഞ്ച്,
ഷോൾഡർ, 2 കൈകളുടെയും വിരൽ വരെയുള്ള ഭാഗങ്ങൾ, കഴുത്തിലെ മസിലുകൾ, മുഖം, തല, പൂർണ്ണമായും ശരീരത്തെ റിലാക്സ്ഡ് ആയിരിക്കുന്ന അവസ്ഥയിലേക്ക് മാറ്റിയാലും നമ്മുടെ എല്ലാ ചക്രങ്ങളുടെയും സ്ഥാനത്തേക്ക് പതുക്കെ പതുക്കെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. ഏറ്റവും മേലെ ശിരോചക്രം, ഇരുപുരികങ്ങൾക്കും മധ്യത്തിലൂടെ അകത്തേക്കുള്ള ഓപ്പണിംഗ്, ആജ്ഞാചക്രം, വിശുദ്ധ ചക്രം, അനാഹത ചക്രം, നാഭീചക്രം, സ്വാധിഷ്ഠാന ചക്രം, മൂലധാര ചക്രം. നമ്മുടെ മനസ്സുകൊണ്ട് സ്പർശിക്കുമ്പോൾ തന്നെ ഈ സ്ഥാനങ്ങളിലെ പ്രകമ്പനങ്ങളെ അനുഭവം ചെയ്തു നോക്കിയാലോ. പതുക്കെ സർവശക്തനായ ഭഗവാനെ നമ്മുടെ തലയ്ക്ക് മേലെ പ്രത്യക്ഷനായതായി അകക്കണ്ണുകൊണ്ട് കണ്ടാലും, ഒരു പ്രിസത്തിലൂടെ വെള്ള വെളിച്ചം കടന്നു പോകുമ്പോൾ സപ്തവർണ്ണങ്ങളാകുന്നതുപോലെ ആത്മചൈതന്യം ഈ ശരീരമാകുന്ന പ്രിസത്തിലേക്ക് പ്രവേശിക്കുന്നതോടെ അത് സപ്തവർണ്ണങ്ങളായി സപ്തമൂല്യങ്ങളുടെ ആധാരത്തിൽ ഈ ശരീരത്തിലെ വിവിധ സ്ഥാനങ്ങളെ സേവിക്കാൻ ആരംഭിക്കുകയാണ്. അതേ ഊർജം കൊണ്ട്, അതേ സ്വമാനം കൊണ്ട്, അഥവാ അഫർമേഷൻ കൊണ്ട് നമുക്ക് ആ ചക്രങ്ങളെ പൂർണ്ണ ശക്തിശാലിയാക്കാം. ധനവും പ്രസിദ്ധിയും സ്ഥാനമാനങ്ങളും ആരോഗ്യവുമെല്ലാം തന്നെ ചക്രങ്ങൾ പൂർണ്ണമായി ആക്റ്റീവായാൽ നിങ്ങളെ തേടി വന്നു ചേരുന്നതാണ്. പിന്നിൽ നിഴൽ പോലെ അത് പ്രകാശിച്ചു കൊണ്ടുവരുന്നതായിരിക്കും. അതുകൊണ്ട് നമുക്ക് സർവശക്തൻ്റെ കിരണങ്ങളാൽ, സർവഗുണസാഗരൻ്റെ പ്രകാശത്താൽ ചക്രങ്ങളെ ഊർജ്ജസ്വലരാക്കി മാറ്റാം. സർവശക്തിവാന്റെ പ്രകാശകിരണങ്ങൾ വെള്ളി വെളിച്ചമായി എൻ്റെ ശരീരത്തിലെ ശിരോചക്രത്തിൽ വന്നെത്തിച്ചേർന്നിരിക്കുന്നു. ഈ സ്ഥാനം ഞാൻ ആത്മ പ്രവേശിച്ച അതേ സ്ഥാനമാണ്. പതിയെ പതിയെ ആ പ്രകാശകിരണങ്ങൾ എൻ്റെ ആജ്ഞാചക്രത്തിൽ കടും നീലവർണ്ണത്തിലും, വിശുദ്ധ ചക്രത്തിൽ ഇളം നീല പ്രകാശ ഗോളം പോലെയായിരിക്കുന്നു. അനാഹത ചക്രത്തിലെത്തി പച്ച നിറത്തിൽ പ്രകാശപൂരിതമായിരിക്കുന്നു. നാഭീചക്രത്തിൽ സുവർണവർണ്ണത്തിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. സ്വാധിഷ്ഠാന ചക്രത്തിൽ ഓറഞ്ച് വർണ്ണത്തിൽ പ്രകാശിക്കുന്നു. മൂലധാര ചക്രത്തിൽ
ചുവന്ന വർണ്ണത്തിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. സർവശക്തിവാനായ ഈശ്വരന്റെ കിരണങ്ങൾ മൂലധാര ചക്രത്തെ ശുദ്ധവും ശക്തിശാലിയുമാക്കുന്നു. സർവശക്തിവാന്റെ കിരണങ്ങൾ മാസ്റ്റർ സർവശക്തിവാനായ എന്നിലൂടെ ഒഴുകി മൂലധാര ചക്രത്തെ ആക്ടിവേറ്റ് ചെയ്യുന്നു. എൻ്റെ ആത്മ-ഊർജം ഈ ചക്രത്തിൻ്റെ ബന്ധനത്തിൽ നിന്നും സ്വതന്ത്രമായി പ്രകാശപൂരിതമായി ഈ സ്ഥാനത്തെ ശക്തവും ശുദ്ധവുമാക്കിയിരിക്കുന്നു. പവിത്ര സൂര്യൻ്റെ ഓറഞ്ച് വർണ്ണത്തിലുള്ള പ്രകാശകിരണങ്ങൾ എൻ്റെ സ്വാധിഷ്ഠാന ചക്രത്തെ സ്പർശിച്ച് അതിനെ ശക്തിശാലിയാക്കുകയാണ്. എൻ്റെ എല്ലാ രചനാത്മകമായ വാസനകളും സംഗീതം, നൃത്തം മുതലായ സർവകലകളും എന്നിൽ ഉണരുന്നു. ഞാൻ മാസ്റ്റർ പവിത്ര സൂര്യനായി ഭ്രൂമധ്യത്തിൽ പ്രകാശിക്കുന്നു. സുഖസാഗരൻ്റെ സ്വർണ്ണവർണ്ണത്തിലുള്ള കിരണങ്ങൾ നാഭീചക്രത്തെ സ്പർശിച്ച് അതിനെ ശുദ്ധവും ശക്തിശാലിയുമാക്കുന്നു. എൻ്റെ ശരീരത്തിലെ ഡൈജഷൻ സിസ്റ്റവും അതിനനുബന്ധമായ എല്ലാ ഘടകങ്ങളും ഹെൽത്തിയും ആക്റ്റീവുമാകുന്നു. സുവർണ പ്രകാശകിരണങ്ങൾ എൻ്റെ ശരീരത്തിലെ എല്ലാ ഭാഗത്തേക്കും വ്യാപിക്കുന്നു. ഞാൻ മാസ്റ്റർ സുഖസാഗരനായി ഭ്രൂമധ്യത്തിൽ പ്രകാശിച്ചുകൊണ്ട് നിൽക്കുന്നു. ധനവും പ്രസിദ്ധിയും സ്ഥാനവുമെല്ലാം സുഖസാഗരൻ്റെ കിരണങ്ങളായി എൻ്റെ ജീവിതത്തിൽ വന്ന് നിറയുകയാണ്. സ്നേഹസാഗരൻ്റെ ഇളം പച്ചവർണ്ണത്തിലുള്ള പ്രകാശകിരണങ്ങൾ അനാഹത ചക്രത്തെ സ്പർശിക്കുന്നു. മോഹത്തിലേക്ക് മാറിയ സ്നേഹത്തെ അതിൻ്റെ ശുദ്ധഭാവത്തിലേക്ക് മാറ്റി ഈ ചക്രം ശക്തിശാലിയായി മാറിയിരിക്കുന്നു.
എൻ്റെ ഹൃദയവും ഈ വ്യൂഹത്തിലെ എല്ലാ ഭാഗങ്ങളും പൂർണ്ണമായി ആരോഗ്യകരമായി മാറുന്നു. ഞാൻ മാസ്റ്റർ സ്നേഹസാഗരനായി ഭ്രൂമധ്യത്തിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. സ്നേഹത്തിൻ്റെ ഇളം പച്ചവർണം എൻ്റെ ശരീരമാകെ വ്യാപിച്ച് പ്രകാശപ്രകമ്പനങ്ങളായി പ്രപഞ്ചത്തിലേക്ക് പ്രവഹിക്കുന്നു. എൻ്റെ എല്ലാ ബന്ധങ്ങളും സുദൃഢവും ശക്തിശാലിയുമായി മാറുന്നു. ശാന്തി സാഗരൻ്റെ ഇളം നീല പ്രകാശകിരണങ്ങൾ വിശുദ്ധ ചക്രത്തെ ശാന്തവും ശക്തിശാലിയുമാക്കുകയാണ്. എൻ്റെ ശ്വസനേന്ദ്രിയ വ്യൂഹവും അതിനനുബന്ധമായ എല്ലാ ഇന്ദ്രിയങ്ങളും ശക്തിശാലിയായി മാറുന്നു. സുന്ദരമായ ശബ്ദവും ആകർഷകമായ പെരുമാറ്റവും എൻ്റെ ഉള്ളിൽ ഉണർന്നെഴുന്നേൽക്കുന്നു. ശാന്തമായ മനസ്സിൽ നിന്നും ക്രിയാത്മകമായ പുതിയ പല പദ്ധതികളും എനിക്ക് ടച്ചിങ് ആകുന്നു. ഞാൻ മാസ്റ്റർ ശാന്തി സാഗരനായി ഭ്രൂമധ്യത്തിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. ജ്ഞാനസൂര്യൻ്റെ കടും നീല പ്രകാശകിരണങ്ങൾ ആജ്ഞാചക്രത്തെ ശുദ്ധവും ശക്തിശാലിയുമാക്കുകയാണ്. ഈ സ്ഥാനം അത്യധികം ശക്തിശാലിയാകുന്നു. ജീവിതത്തിൽ എപ്പോഴും ഉന്മേഷവും ഉത്സാഹവും എൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കാനുള്ള ആധാരമായി മാറുന്നു. എൻ്റെ മൂന്നാമത്തെ കണ്ണ് തീക്ഷ്ണമാകുന്നു. ജീവിതത്തിലെ ഏതൊരു പ്രശ്നത്തെയും ഉൾക്കാഴ്ചയോടെ കണ്ട് പരിഹാരം കാണാനുള്ള കല എൻ്റെ ഉള്ളിൽ വികസിച്ചിരിക്കുന്നു. എല്ലാ കർമ്മങ്ങൾക്കും വേണ്ട ശക്തിയും ഐശ്വര്യവും എൻ്റെ ജീവിതത്തിൽ നിറയുന്നു. ഞാൻ മാസ്റ്റർ ജ്ഞാനസൂര്യനായി ഭ്രൂമധ്യത്തിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. ആനന്ദസാഗരൻ്റെ വയലറ്റ് വർണ്ണത്തിലുള്ള കിരണങ്ങൾ
എൻ്റെ സഹസ്രാര പത്മത്തെ ശുദ്ധമാക്കുകയാണ്. അനിർവചനീയമായ ഒരു ആനന്ദലഹരി ഞാൻ അനുഭവം ചെയ്യുന്നു. എൻ്റെ എല്ലാ ചക്രങ്ങളും ശുദ്ധവും ശക്തവുമായി മാറിയിരിക്കുന്നു. ശുഭകരമായ എല്ലാ പോസിറ്റീവ് എനർജിയും എൻ്റെ ഉള്ളിലേക്ക് ഒഴുകിയെത്തുകയാണ്. ജീവിതത്തിൽ സന്തോഷവും ധനവും ആരോഗ്യവുമെല്ലാം തന്നെ ഈശ്വരൻ്റെ വരദാനമായി എന്നിൽ നിറയുന്നു. എനിക്ക് ചുറ്റും സർവചക്രങ്ങളിലെയും പ്രകാശം ഒത്തുചേർന്ന് വെള്ളി വെളിച്ചത്തിൻ്റെ പ്രഭാമണ്ഡലമായിരിക്കുന്നു. ഒരു നെഗറ്റീവ് വൈബ്രേഷനും എന്നെ സ്പർശിക്കാൻ പോലും സാധ്യമല്ല. അഗ്നി പോലെ ശക്തമായ പ്രഭാമണ്ഡലത്തോടെ എല്ലാ ഗുണങ്ങളും ശക്തികളും ഉണർന്ന സദാ വിജയിയായ അഭൂതപൂർവമായ വ്യക്തിത്വം എന്നിൽ ഉണർന്നെഴുന്നേറ്റിരിക്കുന്നു. യെസ്, I am the successful person. I am the winner. I am the happiest one. I am the blessed one. Thanks God. Thanks universe. Om Shanti Shanti Shanti. ഓം ശാന്തി. ഇന്ന് നമ്മുടെ 21 ദിവസത്തിൻ്റെ മെഡിറ്റേഷൻ സെഷൻസ് ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ ഇതൊരു അവസാനമായിട്ട് ഒരിക്കലും കണക്കാക്കരുത്. ഇത് ജീവിതത്തിൻ്റെ വിജയഗാഥയുടെ തുടക്കമാണ്. എല്ലാ ദിവസവും ഒരു പ്രാവശ്യം നിങ്ങൾക്കിതുപോലെ ചക്രങ്ങളെ ചാർജ് ചെയ്യാൻ പറ്റിയാൽ ഒരു രീതിയിലും, അത് മറ്റുള്ളവരുടെ അസൂയയാവട്ടെ മറ്റേതെങ്കിലും രീതിയിലാവട്ടെ, ഒരു നെഗറ്റീവ് വൈബ്രേഷനും നിങ്ങളെ സ്പർശിക്കാൻ പോലും ആവില്ല. എപ്പോഴും നിങ്ങൾ ഹാപ്പി ആയിരിക്കും, ഓൾവേസ് എനർജറ്റിക് ആയിരിക്കും. പുതിയ പുതിയ പ്ലാൻ നിങ്ങൾക്ക് ടച്ചാവും. മനസ്സിൽ സങ്കല്പിക്കുന്നതെല്ലാം സത്യമായി തീരാൻ തുടങ്ങും. ഒരു ബ്ലെസ്ഡ് ലൈഫ് അതെന്നും നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. നമ്മൾ ആരും തന്നെ ഈ ഭൂമിയിലേക്ക് വന്നത് സങ്കടപ്പെട്ട് ജീവിക്കാനല്ല, സന്തോഷിക്കാനാണ്, ആനന്ദിക്കാനാണ്, വിജയികളായി ജീവിക്കാനാണ്. എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം ശാന്തി. താങ്ക് യു, താങ്ക് യു, താങ്ക് യു.